إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. ആദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ അവൻ ഇഷ്ടപ്പെടുന്ന അടിമയുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഹാജിമാർ അധികവും മക്കയിൽ എത്തിച്ചേർന്നിരിക്കും. ഏതാനും ദിനങ്ങൾ, മണിക്കൂറുകൾ മാത്രമാണ് ഹജ്ജ് തുടങ്ങുവാൻ ഉള്ളത്. സഹോദരങ്ങളെ, ഈ ഒരു സന്ദർഭത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അതിൻ്റെ ലക്ഷ്യങ്ങൾ, അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെപ്പറ്റി മാത്രം സൂചിപ്പിക്കുകയാണ്. ദുനിയാവിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് മാറി ആരാധനയുടെ ഏകമായ ഭാവത്തിലേക്കും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാനും എല്ലാം അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് പാപങ്ങൾ കഴുകിക്കളഞ്ഞ് പിറന്നു വീണ ഒരു കുഞ്ഞിനെ പോലെ ശുദ്ധനായി തീരുവാനുള്ള മോഹത്തോടുകൂടി ഹജ്ജാജിമാര് കഅബയിലേക്കും മക്കയിലേക്കും എത്തിയിരിക്കുകയാണ്.
സഹോദരങ്ങളെ, ഹജ്ജ് നിർബന്ധമാക്കിയതിന്റെ ലക്ഷ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇഖാമത്തു തൗഹീദ്, തൗഹീദ് നിലനിർത്തുക, ആരാധന അല്ലാഹുവിനോട് മാത്രമാക്കുക എന്നുള്ള ഏറ്റവും പ്രാധാന്യമുള്ള ലക്ഷ്യം തന്നെയാണ് ഒന്നാമത്തേത്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത്. ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹജറുൽ അസ്വദിനെ പറ്റി പറയുന്നിടത്ത് കല്ലേനി ഒരു കല്ല് മാത്രമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ കാണിച്ചു തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കില്ലായിരുന്നു എന്ന് പറയുന്ന വാക്ക്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, എൻ്റെ എല്ലാ ആരാധനാ കർമ്മങ്ങളും അള്ളാഹുവിനോട് മാത്രമേ ആക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതേപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞല്ലോ, ഹജ്ജിന് വേണ്ടിയിട്ട് വിളംബരം ചെയ്യുക എന്ന് പറയുന്നിടത്ത് അതിന്റെ അടുത്ത വചനമായിട്ട് നമുക്ക് കാണാൻ കഴിയും, ഫജ്തനിബുർ റിജ്സ മിനൽ ഔതാൻ. അല്ലേ, ബഹുദൈവാരാധകരോട് അവരുടെ ആരാധന ബിംബങ്ങളിൽ നിന്ന്, അതിന്റെ മ്ലേച്ഛതകളിൽ നിന്ന്, വൃത്തികേടുകളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. അത്തരം ആരാധനാ കേന്ദ്രങ്ങളെ നിങ്ങൾ സ്വീകരിക്കരുത്. അത് ഏത് തരത്തിലുള്ളതായിരുന്നാലും, മക്ബറകളായിരുന്നാലും, ഏത് ആളുകളായിരുന്നാലും, മനുഷ്യദൈവങ്ങളായിരുന്നാലും, കല്ലുകളായിരുന്നാലും, ഏത് പൂജാദ്രവ്യങ്ങളായിരുന്നാലും, പൂജാ വസ്തുക്കളായിരുന്നാലും അതിനെയൊന്നും ആരാധിക്കരുത്. വജ്തനിബു ഖൗല സൂർ, സൂറായിട്ടുള്ള വാക്കുകൾ നിങ്ങൾ പറയരുത്, കള്ളമായിട്ടുള്ള വാക്കുകളൊന്നും നിങ്ങൾ പറയരുത്, അതിൽ നിന്ന് വിട്ടുനിൽക്കണം, കള്ളങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് അല്ലാഹു തആല പറയുന്നു. രണ്ടാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് തഅലീഫുൽ ഖുലൂബ്, വിശ്വാസികളുടെ ഹൃദയങ്ങളെ ഒന്നാക്കി തീർക്കുക, അവരുടെ വാക്കുകൾ ജംഉൽ കലിമ, അവരുടെ വാക്കുകൾ ഏകമായ വാക്കാക്കി തീർക്കുക. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഈ ഹജ്ജിന്റെ വേളകളിൽ അവർ മുഴക്കുന്ന തൽബിയത്ത്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. എല്ലാവരുടെയും കലിമത്ത്, എല്ലാവരുടെയും വാക്കുകൾ ഒന്നാണ്. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകിയതാ ഞങ്ങൾ വന്നിരിക്കുന്നു. അല്ലേ, തൗഹീദിന്റെ വാക്യങ്ങൾ മാത്രമാണ്, നിനക്കൊരു ശരീക്കുമില്ല, നിനക്കൊരു പങ്കുകാരനുമില്ല എന്നവിടെ വിളിച്ചു പറയുകയാണ്, തെൽബിയത്ത് പറയുകയാണ്, പ്രതിജ്ഞയെടുക്കുകയാണ്. ഇത് അതേപോലെ തന്നെ അവിടെ കൂടിയിട്ടുള്ള ആളുകൾ എല്ലാവരും ഒരേ മനസ്സിന്റെ ഉടമകളായിട്ട്, ഒരേ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട്, ഒരേ ലക്ഷ്യത്തിലേക്ക്, ഒരേ രൂപത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, ഒരേ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്, ഭാഷാ വ്യത്യാസമില്ലാതെ, നിറവ്യത്യാസമില്ലാതെ എല്ലാവരും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ആ ഹജ്ജ് നിർവഹിക്കുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഏകത്വം എന്നുള്ളത്, നമുക്കിടയിലുള്ള ഐക്യം എന്നുള്ളത്, മുസ്ലിങ്ങൾക്കിടയിലുള്ള ഐക്യം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കുടുംബത്തിൽ ഐക്യമില്ലാത്ത അവസ്ഥ, ഒരു നാട്ടിൽ ഐക്യമില്ലാത്ത അവസ്ഥ, ഒരു സംഘടനയിൽ ഐക്യമില്ലാത്ത അവസ്ഥ, ഒരു പള്ളിയിൽ ഐക്യമില്ലാത്ത അവസ്ഥ, ഈ അവസ്ഥ വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിക്കൂടാ. വിശ്വാസികൾക്കിടയിൽ അത്തരം ഒരു അവസ്ഥ ഉണ്ടായിക്കൂടാ. അവർക്കിടയിൽ ഐക്യമുണ്ടാവേണ്ടതുണ്ട് എന്നത് ഹജ്ജിന്റെ ലക്ഷ്യമായി നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന്, ഇതിനോട് തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ഇദാബത്തുൽ ഫവാരിഖ് ബൈനൽ മുസ്ലിമീൻ. മുസ്ലിങ്ങൾക്കിടയിലുള്ള ഫിർഖത്ത്, അവർക്കിടയിലുള്ള ഭിന്നതയെ ഇല്ലാതെയാക്കുക, അലീച്ച് കളയുക, അലീച്ച് ഇല്ലാതെയാക്കി തീർക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ നേടിയെടുക്കണമെങ്കിൽ
ഇതൊക്കെ നേടിയെടുക്കണമെങ്കിൽ അള്ളാഹുവാണ് രക്ഷിതാവ് എന്നുള്ള ബോധം മനസ്സിൽ ഒന്നാമതായിട്ടുണ്ടാവേണ്ടതുണ്ട്. ആ അള്ളാഹുവിന്റെ അടിമകളാണ് നമ്മൾ. ഈ ഹജ്ജിനെ നമ്മളിങ്ങനെ വീക്ഷിക്കുമ്പോൾ എല്ലാവരും അവിടെ ഒരേ രൂപത്തിൽ ഒരേ വസ്ത്രം ധരിച്ച് അറഫയിൽ ഒരുമിച്ച് കൂടുന്നു. അൽ ഹജ്ജു അറഫ, ഹജ്ജുൽ അക്ബർ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത് അറഫയെ പറ്റിയിട്ടാണ്. അവിടെ ആളുകൾ കിടക്കുന്നു. അവിടെ പട്ടിണിയുള്ളവനും നിറം കറുത്തവനും ചുവന്നവനും വെളുത്തവനും ആരോഗ്യമുള്ളവനും ഇല്ലാത്തവനും സമ്പത്തുള്ളവനും കൊട്ടാരത്തിൽ ജീവിക്കുന്നവനും ഹജ്ജിന് വേണ്ടി മാത്രം ക്യാഷ് സ്വരൂപിച്ചു വെച്ച് ഹജ്ജിന് പോകുന്നയാളും എല്ലാ ആളുകളും ആ മണ്ണിൽ കിടക്കുന്നു, ആ അറഫയിൽ കിടക്കുന്നു. അവിടെ വെച്ച് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആ കലിമത്ത് തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ആളുകൾക്കിടയിൽ ഭിന്നതയുണ്ടാകുന്നുണ്ട് എങ്കിൽ ആ കലിമത്ത് തൗഹീദിനെ മനസ്സിലാക്കുന്നിടത്ത് പറ്റിയിട്ടുള്ള പാളിച്ചകളാണ്. ആ ഖുർആനിനെ മനസ്സിലാക്കുന്നിടത്ത് പറ്റിയിട്ടുള്ള പാളിച്ചകളാണ്. ആ സുന്നത്തിനെ മനസ്സിലാക്കുന്നിടത്ത് പറ്റിയിട്ടുള്ള പാളിച്ചകളാണ്. അവിടെ നിന്ന് മാറി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹു മാത്രമാണ് എന്റെ ദൈവമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും അതിനു വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നവരാകണം. അവിടെയാ ഭിന്നതയില്ലാതാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഹജ്ജത്തുൽ വിദായിൽ പ്രസംഗിച്ച പ്രസംഗം നമ്മളേവരും ഓർക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എന്താ പറഞ്ഞേ? യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ രക്ഷിതാവ് ഒന്നാണ്, ഏകനാണവൻ. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവും ഏകനാണ്. അലാ അറിയുക, അലാ അറിയുക, ലാ ഫളല ലി അറബിയിൻ അലാ അജബി, ഒരു അറബിക്ക് അനറബിയേക്കാൾ ഒരു ഫളലുമില്ല. ഒരു അറബിക്ക് ഒരു അനറബിയേക്കാൾ ഒരു ഫളലുമില്ല. പിന്നെയല്ലേ മറ്റു വിഷയങ്ങളിൽ നമ്മൾ ഫളല് കാണിക്കുന്നത്? അടുത്ത വചനങ്ങൾ നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ ലി അജമിയിൻ അലാ അറബി, ഒരു അനറബിക്ക് അറബിയേക്കാൾ ഫളലുമില്ല. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. വലാ അഹ്മറ അലാ അസ്വദ്, ചുവന്ന നിറമുള്ള ആൾക്ക് കറുത്ത നിറമുള്ളവനേക്കാൾ ഫളലില്ല, ഒരു ശ്രേഷ്ഠതയുമില്ല. വലാ അസ്വദ അലാ അഹ്മർ, കറുത്തവനെ ചുവന്നവനേക്കാൾ ഒരു ഫളലുമില്ല. നിറത്തിന്റെയോ സമ്പത്തിന്റെയോ അധികാരത്തിന്റെയോ ആ വ്യത്യാസത്തിലൊന്നും തന്നെ ഒരാൾക്കും ഒരു ഫളലുമില്ല. എവിടെ ജനിച്ചു എന്നതിന്റെ വിഷയത്തിലോ നാഷണാലിറ്റിയുടെ വിഷയത്തിലോ ഒന്നും തന്നെ ഒരാൾക്കും ഒരു ഫളലുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രസംഗത്തിൽ വിശ്വാസികളോട് പറയുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരൊറ്റ വാക്കുണ്ട്, ആ വിഷയത്തിന് മാത്രമേ നിങ്ങൾക്കിടയിൽ വ്യത്യാസമുള്ളൂ. എന്താണ് ആ വ്യത്യാസം? ഇല്ലാ ബിത്തഖ്വ, തഖ്വയുടെ അടിസ്ഥാനത്തിലാണ് ആളുകളെ തരംതിരിക്കപ്പെടുന്നത്. തഖ്വയുടെ അടിസ്ഥാനത്തിൽ, സൂക്ഷ്മതയുടെ അടിസ്ഥാനത്തിൽ, അല്ലാതെ കളറുണ്ട് എന്നുള്ളത് കൊണ്ടോ, ജോലി ഇന്നതാണ് എന്നുള്ളത് കൊണ്ടോ, സമ്പത്തിന്റെയോ സമ്പാദ്യത്തിന്റെയോ സാലറിയുടെയോ പൊസിഷന്റെയോ ഒന്നും അടിസ്ഥാനത്തിൽ നമ്മളൊന്നും ആരും ഒന്നുമല്ല. ഇവിടെ ഈ ശ്വാസം നിലക്കുന്നത് വരെ, നമ്മുടെ ഈ തനഫുസ്, ഈ ശ്വാസം നിലക്കുന്നത് വരെ ഉള്ളൂ നമ്മുടെ അഹങ്കാരവും നമ്മുടെ ദുരഭിമാനവും നമ്മുടെ സ്ഥാനമാനങ്ങളും നമ്മുടെ പ്രൗഢിയും പത്രാസുമൊക്കെ. അതുകൊണ്ട് ഒരു ഫളലും ഒരാൾക്കുമില്ല ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക.
അതുകൊണ്ട് തഖ്വ നേടാൻ വേണ്ടിയായിരിക്കണം പ്രവർത്തനം. ആളുകളെ കാണാനോ ആളുകളുടെ പേരും പെരുമയും ആളുകൾക്കിടയിൽ ഉണ്ടാക്കാനോ ഒന്നും പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. അത് അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തുന്നതല്ല. തഖ്വയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്നുള്ളൂ, അത് മാത്രമേ സ്വീകരിക്കപ്പെടുന്നുള്ളൂ. അവരുടെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അല്ലേ? അല്ലാഹു തആല സ്വീകരിക്കുന്നത് ഇന്നമായ തഖബ്ബലുല്ലാഹ്, അല്ലാഹു തആല പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്ന ആരെടുത്തുന്ന മുത്തഖീങ്ങളുടെ അടുക്കൽ നിന്ന് മാത്രമാണ് എന്ന് അല്ലാഹു തആല പറയുന്നു. അതുകൊണ്ട് ആ വിഷയങ്ങള് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സ്വാർത്ഥതയെ തകർത്തുകൊണ്ട് നീതി നിലനിർത്തുക എന്നുള്ളതും ഹജ്ജിന്റെ ലക്ഷ്യമായി നമുക്ക് കാണാൻ കഴിയും. സൃഷ്ടികൾക്കിടയിൽ നീതി നിലനിർത്തുക, സൃഷ്ടികൾക്കിടയിൽ നീതി നിലനിർത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഖുതുബയിൽ, ആ പ്രഭാഷണത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഓരോരുത്തരുടെ രക്തവും അഭിമാനം, അതുപോലെ തന്നെ അവന്റെ രക്തവും അവന്റെ എല്ലാ കാര്യങ്ങളും അവന് പവിത്രമാണ്. ആ പവിത്രതയുള്ള കാര്യങ്ങളെ നിങ്ങൾ പവിത്രത നഷ്ടപ്പെടുത്തി കളയരുത്. ആ പ്രസംഗത്തിൽ നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന്, വിശ്വാസപരമായിട്ടുള്ള ചില ഓർമ്മകൾ ഹജ്ജ് നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. എന്താണ് ആ ഓർമ്മകൾ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും ഹാജറ ബീവിയുടെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെയും ഒക്കെ ജീവിത ചരിത്രങ്ങൾ ഇന്നിന്റെ കാലഘട്ടവുമായി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സത്യവും സമർപ്പണവും ത്യാഗവും ഹജ്ജിന്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളിടത്ത് തന്റെ കുടുംബമെന്നോ മക്കളെന്നോ ഭാര്യയെന്നോ നോക്കാതെ ആ കൽപ്പനയെ അക്ഷരം പ്രതി അനുസരിച്ചു എന്നുള്ളതാണ്. അസ്ലിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമോട് പറഞ്ഞെന്താ? അസ്ലിം, നീ മുസ്ലിമാകണം, നീ സമർപ്പിക്കണം. ഖാല അസ്ലംതു, ഞാനിതാ എല്ലാം സമർപ്പിച്ചിരിക്കുന്നു. ലോകരക്ഷിതാവിന് ഞാനെല്ലാം സമർപ്പിച്ചിരിക്കുന്നു. ആ സമർപ്പണത്തിന്റെ എല്ലാ ചരിത്രവും രേഖയും അത് പ്രകടമാക്കിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കാണിച്ചു കൊടുത്തു എന്നുള്ള. ഞാൻ ആ ചരിത്രത്തെ കൂടുതലായിട്ട് വിവരിക്കുന്നില്ല. നിങ്ങൾ ഓരോ ചരിത്രവും എടുത്തു നോക്ക്. അവിടെ നമുക്ക് ഹാജറ ബീവിയുടെ ഈമാനും അസ്തിഖതു ബില്ലാഹ്, അല്ലാഹുവിലുള്ള ഉറച്ച വിശ്വാസം, ഈമാൻ, യഖീനുള്ള ഈമാൻ, ആ ഈമാൻ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു ചരിത്രം മാത്രമേ പറയുന്നുള്ളൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹാജറ ബീവിയെ അവിടെ ഇപ്പത്തെ കഅബ നിൽക്കുന്ന സ്ഥലത്ത് മക്കയിൽ കൊണ്ടുപോയി ആക്കുമ്പോ വെള്ളമില്ല, ഭക്ഷണമില്ല, തണലില്ല, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആക്കിയിട്ട് തിരിച്ചു പോകുമ്പോ ഹാജറ ബീവി ചോദിക്കുന്നുണ്ട്, ആ അല്ലാഹു അമറക ബിഹാദ, അള്ളയാണോ ഇത് കൽപ്പിച്ചത്? എങ്ങോട്ടാ ഞങ്ങളൊക്കെ ഇട്ട് പോകുന്നത്? ഒരു മറുപടിയില്ല. തിരിഞ്ഞു നോക്കാതെ പോകുമ്പോയാ ഹാജറ ബീവി ചോദിക്കുന്നത്, ആ അല്ലാഹു അമറക ബിഹാദ, ഇതിനെ കൽപ്പിച്ചത് അല്ലാഹു തആലയാണോ എന്ന് ചോദിക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, അതെ എന്നതിന്റെ മറുപടി ആയിക്കൊണ്ട് ഹാജറ ബീവി പറയുന്നത് എന്താണ് എന്നോ, ഇദൻ ലാ യുദയ്യഅന, അങ്ങനെയെങ്കിൽ ആ അല്ലാഹു തആല ഞങ്ങളെ ഉപേക്ഷിക്കില്ല. ആ ഒരു ഈമാൻ, ആ ഒരു സിഖത്ത്, ആ ഒരു ആത്മവിശ്വാസം, ഏത് തണലില്ലാത്ത, വെള്ളമില്ലാത്ത, ഭക്ഷണമില്ലാത്ത, ആൾപ്പാർപ്പില്ലാത്ത, കുന്നുകളും കല്ലുകളും മാത്രമുള്ള ആ മരുഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി വിടുമ്പോ ആ വിശ്വാസമാണ് യഥാർത്ഥത്തില് നമുക്കൊക്കെ ഉണ്ടാകേണ്ടത്. എന്തെങ്കിലും ഉണ്ടാകുമ്പോ തളർന്നു പോകണ്ട. അല്ലാഹു ഉണ്ട്, അവൻ സഹായിക്കും, അവൻ മഖ്റജ് നൽകും, അവൻ എന്തെങ്കിലും പോംവഴി നൽകും. ഇതാണ് നമുക്ക് നൽകുന്ന പാഠം. അല്ലാഹു തആല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഫഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
لله حمدا حمدا والشكر لله شكرا شكرا وصلى الله على نبينا محمد وعلى آله وصحبه أجمعين وأوصيكم ثانيا بتقوى الله. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ അവനിഷ്ടപ്പെടുന്ന അടിമകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. സഹോദരങ്ങൾ, നമ്മൾ പറഞ്ഞു വന്നത് ഹജ്ജിൻ്റെ ലക്ഷ്യങ്ങളെ പറ്റിയിട്ടാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബി സഈർ എന്നുള്ളതാണ്. ശൈത്വാൻ എന്നുള്ളത് ശൈത്വാനായി മനസ്സിലാക്കുക. അൽ-ഇസ്തിശ്ആർ അദാവത്തു ശൈത്വാൻ, ശൈത്വാന്റെ ശത്രുത അത് നമ്മൾ മനസ്സിലാക്കണം. അവന് നമ്മോട് ശത്രുതയുണ്ട്. ആ ശത്രുതയുടെ ഫലമായി അവൻ നമ്മെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിച്ച് നരകത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോകും. അതിനുള്ള എല്ലാ മാർഗവും അവൻ സ്വീകരിക്കും, നമുക്ക് നല്ലതാക്കി തോന്നിപ്പിക്കും. അതാണ് തസ്യീൻ. അവൻ ഭംഗിയാക്കി തോന്നിപ്പിച്ചു തരും. ചിലപ്പോൾ അവൻ ഭയപ്പെടുത്തും, വസ്വാസ് ഉണ്ടാക്കും. ഈ രൂപത്തിലൊക്കെ ശൈത്വാൻ പ്രവർത്തിക്കും. അവൻ നമ്മെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് മാറ്റുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും അവനും അവന്റെ അസ്ഹാബുകളും ആളുകളും ചെയ്യും. മിനൽ ജിന്നതി വന്നാസ്, ജനങ്ങളിലുമുണ്ടവർ ജിന്നുകളിലുമുണ്ടവർ. അവന്റെ ജുനൂദ് അത് മനുഷ്യന്മാരിലുണ്ട്, ജിന്നുകളിലുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ആ ശൈത്വാനെ, പിശാചിനെ ശത്രുവായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക. അവൻ നമ്മളെ സഈറിലേക്കാണ്, നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. കാര്യങ്ങളെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുക. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളിലും പുറത്തു മാപ്പാക്കി നൽകണേ റഹ്മാനായ നാഥാ. ഞങ്ങൾ മരണപ്പെട്ടു പോയിട്ടുള്ള ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, സഹോദരന്മാർ, ഞങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകൾ എല്ലാവരുടെയും പാപങ്ങളിൽ പുറത്തു കൊടുക്കണ റഹ്മാനായ നാഥാ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണ റഹ്മാനായ നാഥാ. അല്ലാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അവിടെയൊക്കെ രോഗങ്ങളിൽ ശിഫയാക്കി നൽകണ റഹ്മാനായ നാഥാ. അല്ലാഹുവേ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കുകയും അവരുടെ സമ്പത്തിൽ നീ ബർക്കത്ത് നൽകുകയും എല്ലാവരുടെയും കടങ്ങൾ നീ വീട്ടി നൽകുകയും ചെയ്യുന്ന റഹ്മാനായ നാഥാ. അതിനുള്ള തൗഫീഖ് നൽകണ റഹ്മാനായ നാഥാ. അല്ലാഹുവേ, ഞങ്ങളുടെ ജോലികളിൽ നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണ റഹ്മാനായ നാഥാ. അല്ലാഹുവേ, ഞങ്ങളുടെയൊക്കെ മനസ്സുകളിൽ ധാരാളമായിട്ട് ആഗ്രഹങ്ങളും നല്ല ആഗ്രഹങ്ങളുണ്ട്. സ്വാലിഹായ ആഗ്രഹങ്ങളെ നീ നിറവേറ്റി നൽകണ റഹ്മാനായ നാഥാ. എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കണ റഹ്മാനായ നാഥാ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഖൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യണ റഹ്മാനായ നാഥാ. ഇണക്കവും സ്നേഹവും നിലനിർത്തി അനുഗ്രഹിക്കണ റഹ്മാനായ നാഥാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجر والدينا من النار، اللهم أجر والدينا من النار، اللهم أجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين، اللهم دمر أعداءك وأعداء الدين. اللهم انصر إخوان المسلمين في كل مكان، اللهم انصر إخوان المسلمين في كل مكان. اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في فلسطين. اللهم احفظ الكويت، اللهم احفظ الكويت من كل شر ومكروه. اللهم وفق أميرنا وولي عهده لهداك، واجعل عملهما في رضاك، وألبسهما ثوب الصحة والعافية والإيمان يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين، والحمد لله رب العالمين. الله أكبر.